ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ദുൽഖർ സൽമാൻ നായകനായി വന്നിരിക്കുന്ന ലക്കി ഭാസ്കർ എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ നമുക്ക് പേരിൽ നിന്നും തുടങ്ങാം. ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന്റെ പേര് എഴുതി കാണിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ആ പേരിന്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഐ പ്രോമിസ്ഡ് പേ ദ ബിയറർ ദ സം ഓഫ് എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇത് എല്ലാ നോട്ടുകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. എന്നാൽ അവിടെ എത്ര എമൗണ്ട് ആണെന്ന് കൃത്യമായി കൊടുത്തിട്ടില്ല. കൂടാതെ എല്ലാ നോട്ടിന്റെയും സെൻട്രലായി ആ എമൗണ്ട് കൊടുക്കുന്നതിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്നത് ലക്കി ഭാസ്കർ എന്ന ആ ക്യാരക്ടറിന്റെ പേരാണ്. അതിലൂടെ തന്നെ ഇവിടെ ആ എമൗണ്ടായി ഉദ്ദേശിച്ചിരിക്കുന്നത് ലക്കി ഭാസ്കർ എന്ന ക്യാരക്ടറിനെയാണ് എന്ന് മനസ്സിലാക്കാം. കൂടാതെ ആ ലക്കി ഭാസ്കർ എന്ന പേരിൽ തുടക്കത്തിൽ എഴുതി കാണിക്കുമ്പോഴും അവസാനം എഴുതി കാണിക്കുമ്പോഴും ആ പേരിൽ കുറെ പൊട്ടലുകൾ ഉള്ളതായും കുറെ ഡാമേജുകൾ വന്നിരിക്കുന്നതായും കാണാം. സോ ഇത് ഈ ചിത്രത്തിലെ ലക്കി ഭാസ്കർ എന്ന കഥാപാത്രം കോടീശ്വരനായി മാറുന്നുണ്ടെങ്കിലും അതിനിടയിൽ അയാളുടെ ജീവിതത്തിൽ ഫാമിലിയിലാണെങ്കിലും അല്ല ജോലിപരമായിട്ടാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് അയാൾ കോടീശ്വരനായി മാറുന്നത്. സോ ഇതുകൊണ്ടാകാം ലക്കി ഭാസ്കർ എന്ന പേര് രൂപകളുടെ സിമ്പലുകളെല്ലാം ചേർന്നുകൊണ്ട് എഴുതി കാണിക്കുമ്പോൾ അതിൽ ഇത്തരത്തിൽ ഒരുപാട് ഡാമേജുകൾ വന്നിരിക്കുന്നതായി കൂടി കാണിച്ചത്. കൂടാതെ ആ പേര് കാണിച്ചിരിക്കുന്ന ആ നോട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ചിത്രത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അതായത് ചിത്രത്തിൽ കാണിക്കുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചിത്രം അവിടെ വലതു സൈഡിൽ താഴെയായി കൊടുത്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റായി ഇടതു സൈഡിൽ താഴെയായി ഈ ലക്കി ഭാസ്കറും ആന്റണിയുമായി ചേർന്നുകൊണ്ട് പോർട്ടുകളിൽ നടത്തി വന്നിരുന്ന ബിസിനസ്സുകളെ സൂചിപ്പിക്കുന്ന ഷിപ്പുകളും ക്രെയിനുകളും എല്ലാം നമുക്കവിടെ കാണാം. ഇതുകൂടാതെ ലക്കി ഭാസ്കറും സുമതിയും എല്ലാമായി ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആ ഒരു സ്ഥലത്തിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ലക്കി ഭാസ്കർ ജോലി ചെയ്യുന്ന ബാങ്കിന്റെ ചിത്രവും കൊടുത്തിരിക്കുന്നതായി കാണാം. ഇങ്ങനെ ചിത്രത്തിൽ വരുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു നോട്ടിൽ ഉൾക്കൊള്ളിക്കാനും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ചിത്രത്തിൽ ഹർഷ മെഹ്റ എന്നൊരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ക്യാരക്ടർ ബാങ്കുകൾക്കിടയിൽ ബ്രോക്കറായി നിന്നുകൊണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് അയാളുടെ കൈവശം വെക്കുകയും ഇങ്ങനെ നേടുന്ന പണം ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കോടിക്കണക്കിന് സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നെല്ലാമാണ് പറയുന്നത്. എന്നാൽ ഇത് ശരിക്കും ജീവിച്ചിരുന്ന ഹർഷത് മെഹ്ത എന്നൊരു ആളുടെ റെഫറൻസ് ആണ്. ഇയാൾ 1990-91 കാലഘട്ടത്തിൽ ഇതുപോലെ വലിയ ബാങ്കുകൾക്കിടയിൽ ബ്രോക്കറായി നിന്നുകൊണ്ട് കോടിക്കണക്കിന് പൈസ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും സിനിമയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഷെയർസിന് വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ഷെയർസ് മേടിച്ചു കൂട്ടുകയും പിന്നീട് അത് വമ്പൻ ലാഭത്തിൽ മറിച്ചു വിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1992 ഏപ്രിൽ 23 ആകുന്ന സമയത്ത് ഒരു ജേർണലിസ്റ്റ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പത്രത്തിൽ എഴുതുകയും പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇതുകൊണ്ടാണ് ചിത്രത്തിലും 1992 മാർച്ച് അവസാനത്തിൽ ഭാസ്കറിനെ CBI ചോദ്യം ചെയ്യുന്നതായും തൊട്ടടുത്ത മാസം അതായത് 1992 ഏപ്രിൽ മാസത്തിൽ ഹർഷത് മെഹ്ത എന്ന സിനിമയിൽ പറയുന്ന ഹർഷ മെഹ്റ എന്ന ക്യാരക്ടറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതായും പറയുന്നത്. എന്നാൽ റിയൽ ലൈഫിൽ 1992 നവംബർ മാസത്തിൽ ഈ ഹർഷത് മെഹ്തയെ അറസ്റ്റ് ചെയ്യുകയും 2001 അയാൾ പെട്ടെന്നുണ്ടായ ഒരു അറ്റാക്ക് മൂലം മരണപ്പെടുകയുമാണ് ഉണ്ടായത്. സോ ഇങ്ങനെ ഇന്ത്യയിലെ ഒരു വലിയ സ്കാമിന് ഉടമയായതുകൊണ്ടാകാം ചിത്രത്തിൽ ഇയാളെ പല ഭാഗത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി മുഖം വ്യക്തമാകാത്ത രീതിയിൽ പുറം ഭാഗവും സൈഡിൽ നിന്നുള്ള ആംഗിളുകളിൽ മാത്രം ഇയാളെ ഒതുക്കി പോകുന്നത്. കൂടാതെ ചിത്രത്തിലെ ഈ ഹർഷ മെഹ്റ എന്ന ക്യാരക്ടറിനെ ബിഗ് ബുൾ എന്ന രീതിയിലാണ് പറയുന്നത്. ഈ ബിഗ് ബുൾ എന്നതെല്ലാം ഷെയർ മാർക്കറ്റിലും മറ്റും സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കാണ്. എന്നിരുന്നാലും ഈ ചിത്രത്തിൽ ബിഗ് ബുൾ എന്ന് പല ഭാഗത്തും പറഞ്ഞിരിക്കുന്നത് ഈ ഹർഷ മെഹ്റയെ കുറിച്ച് മാത്രമാണ്. എന്നാൽ ഹർഷ മെഹ്റയെ കുറിച്ച് പറയുന്നതിനെല്ലാം മുന്നേ തന്നെ ഇയാളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിത്രത്തിന്റെ തുടക്കത്തിൽ ഭാസ്കർ ജോഗിങ്ങിന് പോകുമ്പോൾ അവിടെ ഒരാൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പത്രത്തിലൂടെ തന്നെ ഹർഷ മെഹ്റയെ കുറിച്ച് പറയുന്നതിനെല്ലാം മുന്നേ തന്നെ അവിടെ ഈ ബിഗ് ബുൾ എന്ന വാക്കിലൂടെ അയാളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, ഭാസ്കർ ഇങ്ങനെ പല കള്ളത്തരങ്ങളിലൂടെ സമ്പാദിക്കുന്ന പണം വെളുപ്പിക്കാനായി പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു തവണ 25 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു എന്ന പേരിൽ 17 ലക്ഷത്തിന് മുകളിൽ രൂപ ഇതുപോലെ വൈറ്റ് മണിയാക്കി മാറ്റുന്നുണ്ട്. സോ ആ സമയം ആ വാർത്ത പത്രത്തിലെല്ലാം വന്നിരിക്കുന്നതായും ഭാസ്കർ അത് കണ്ട് സന്തോഷിക്കുന്നതായും കാണിച്ചിരുന്നു. എന്നാൽ ഇതുകൂടാതെ സിനിമയുടെ തുടക്കത്തിൽ CBI ഓഫീസേഴ്സ് ഭാസ്കറിന്റെ വീട്ടിൽ വന്ന് പരിശോധന നടത്തുന്ന സമയം അവിടെയുള്ള മറ്റുള്ള ഡോക്യുമെന്റ്സിന്റെ ഇടയിൽ ഈ 25 ലക്ഷം അടിച്ചിട്ടുള്ള പത്രം കിടക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. സോ ഇതിൽ നിന്നും അന്ന് ലോട്ടറി അടിച്ചു എന്നും അതിലൂടെയാണ് തനിക്ക് ഒരുപാട് പണം കിട്ടിയതെന്ന് മറ്റുള്ളവരെ കാണിക്കുക മാത്രമല്ല അതിനോടൊപ്പം ആ ലോട്ടറി അടിച്ച പത്രം എന്നും സൂക്ഷിച്ചു വെച്ചുകൊണ്ട് എന്നെങ്കിലും ഒരു അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്തും ഇത്തരം കാര്യങ്ങൾ കാണിച്ച് പെട്ടെന്ന് ഓഫീസേഴ്സിനെ വിശ്വസിപ്പിക്കാനും കൂടി വേണ്ടിയാണ് ഭാസ്കർ മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചിരുന്നതെന്നും മനസ്സിലാക്കാം.
ചിത്രത്തിന്റെ കഥ 1990 കാലഘട്ടത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിനെ ഡീറ്റെയിൽ ചെയ്യുന്ന വിധം ആ സമയത്തുണ്ടായിരുന്ന ചിത്രങ്ങളും ഡ്രസ്സുകളും അതുപോലെ പല ഷോപ്പുകളുമെല്ലാം ചിത്രത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെക്കാട്ടിലുമെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ സമയത്തുള്ള ഇവരുടെ ബാങ്കിലെ കമ്പ്യൂട്ടർ കാണിക്കുമ്പോൾ അവിടെ ആ സമയത്തുണ്ടായിരുന്ന 1990-91 കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്ന ഡോളറിന്റെയും യൂറോയുടെയും എല്ലാം റേറ്റ് കൃത്യമായി കൊടുത്തിരിക്കുന്നതായും കാണാം. ഭാസ്കർ താൻ നേടിയെടുത്തിട്ടുള്ള പണമെല്ലാം വെളുപ്പിക്കാനായി പല മാർഗങ്ങൾ നോക്കുമ്പോൾ അതിൽ ഒരു മാർഗമായി ഭാര്യ സുമതിക്ക് ഹോം ഫുഡ് ബിസിനസ് തുടങ്ങിക്കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെ ആ ഒരു കട തുടങ്ങിക്കൊടുക്കുന്നത് ഭാസ്കറിന്റെ വീടിന്റെ നേരെ മുന്നിലുള്ള ഒരു കടയിലാണ്. എന്നാൽ ഇതിനെല്ലാം മുന്നേ തന്നെ സിനിമയിലെ പല ഷോട്ടുകളിലൂടെയും ഭാസ്കറിന്റെ വീടിന്റെ മുന്നിലുള്ള ആ ഒരു കടയുടെ ഭാഗം റെന്റിനായി കൊടുക്കാൻ ഇട്ടിരിക്കുകയായിരുന്നുവെന്നും പിന്നീട് ഇതേ സ്ഥലത്ത് തന്നെയാണ് ഭാസ്കറിന്റെ ഭാര്യ സുമതി കട തുടങ്ങുന്നതെന്നും കാണാം. ഭാസ്കർ എന്ന ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് അയാളുടെ തല മുഴുവൻ പല സ്ഥലത്തായി നരച്ചിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളിൽ അയാൾക്ക് ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല എന്നുമാണ് കാണിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ ചെറുപ്പത്തിൽ തന്നെ നരകൾ വരാറുണ്ട്. ചിലർക്ക് ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ നരകൾ വരാം. മറ്റു ചിലർക്ക് ഒരുപാട് ടെൻഷനും പ്രഷറുമെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിൽ എളുപ്പത്തിൽ നരകൾ വരാനും പ്രായം തോന്നിക്കുന്ന അവസ്ഥയിലേക്ക് മാറാനും ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഭാസ്കർ എന്ന ക്യാരക്ടർ ഒരുപാട് പ്രഷറിലൂടെയെല്ലാം പോകുന്നത് കൊണ്ട് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുന്നത് കൊണ്ട് കുടുംബത്തിന്റെ മുഴുവൻ ചുമതലകളും ഏറ്റെടുക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് അയാൾക്ക് ഇത്തരത്തിൽ ചെറുപ്പത്തിൽ തന്നെ നരകൾ വന്നിരിക്കുന്നത് എന്ന് കാണിക്കാനാകാം ഇത്തരത്തിൽ അവർ ഡീറ്റെയിൽ ചെയ്തിരുന്നത്. അടുത്തത്, ചിത്രത്തിൽ പല സമയത്തും ആ ഒരു സീനിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചില പോസ്റ്ററുകളും മറ്റും കൊടുത്തിരിക്കുന്നതായി കാണാം. ഉദാഹരണത്തിന് ചിത്രത്തിന്റെ തുടക്കത്തിൽ ഭാസ്കറിന്റെ അച്ഛനെ പരിചയപ്പെടുത്തുന്ന സമയം ഭാസ്കറിന്റെ വോയിസിൽ അച്ഛൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നുവെന്നും പിന്നീട് ഒരു വലിയ വീഴ്ച വന്നുവെന്നും എല്ലാം പറയുന്നുണ്ട്. സോ ആ സമയം ഭാസ്കറിന്റെ അച്ഛൻ ക്രോസ്വേഡ് പസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ആ സമയം ആ പത്രത്തിലായി ഫാൾ എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. അവിടെ ഫാൾ സീസണെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പസിലായിട്ടാണ് ഫാൾ എന്ന് കൊടുത്തിരിക്കുന്നതെങ്കിലും ഭാസ്കർ പറഞ്ഞുകൊണ്ടുവരുന്ന അച്ഛന് ഒരു വലിയ വീഴ്ച വന്നു എന്ന് പറയുന്ന സമയത്ത് ആ ഒരു വീഴ്ചയുടെ കാര്യത്തെ കൂടി സൂചിപ്പിക്കുന്നത് പോലെയാണ് ഫാൾ എന്ന് തന്നെ കൃത്യമായി എഴുതിയിട്ടുള്ള ഒരു പസിൽ അദ്ദേഹം കളിക്കുന്നതായി കാണിച്ചത്. അതുപോലെ തന്നെ ഷെയർസ് എല്ലാം വിൽക്കുന്നതിനായി ഭാസ്കർ ഏജന്റിനെ കോൾ ചെയ്യുമ്പോൾ കോൾ കിട്ടാതെ വരികയും ഭാസ്കർ ധൃതി പിടിച്ച് അങ്ങോട്ടേക്ക് പോകാനായി പോകുമ്പോൾ പെട്ടെന്ന് റോഡ് മുഴുവൻ ബ്ലോക്കായിരിക്കുകയും ചെയ്യുന്നതായി കാണിക്കുകയും അവിടെ ഒരു സമരം നടക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. സോ ആ സമയം തൊട്ട് ഇപ്പുറത്തുള്ള ഭിത്തിയിലായി ദീവാർ എന്ന ഹിന്ദി ചിത്രത്തിന്റെ പോസ്റ്റർ കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ ദീവാർ എന്ന് പറയുന്നത് ഭിത്തി എന്നാണ്, തടസ്സം എന്ന രീതിയിലാണ്. സോ ആ സമയത്തുണ്ടാകുന്ന ആ ഒരു തടസ്സത്തിനെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് കൃത്യമായി ആ പോസ്റ്റർ തന്നെ അവിടെ കൊടുത്തിരുന്നത്. കൂടാതെ ഈ ദീവാർ എന്ന ചിത്രത്തിലും ഇതുപോലെയുള്ള തൊഴിലാളി സമരങ്ങളെ കുറിച്ചും മറ്റും പറയുന്നുമുണ്ട്. അതേപോലെ പിന്നീട് ഭാസ്കർ തന്റെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് തന്റെ കാർ വെറുതെ കൊടുക്കുന്ന സമയത്ത് അയാൾ കാർ ഓടിച്ചു പോവുകയും പെട്ടെന്ന് അവിടെയുള്ള ഭിത്തിയിലായി ഇതുപോലെയുള്ള വണ്ടികളുടെ ചിത്രങ്ങളും ആളുകൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതുമായിട്ടും എല്ലാം കൊടുത്തിട്ടുമുണ്ട്. ഇതുപോലെ തന്നെ ഭാസ്കർ തന്റെ അമിതമായിട്ടുള്ള പണത്തിനോടുള്ള ആവേശം കൊണ്ട് കുടുംബമായിട്ടെല്ലാം തകർന്നു പോകുന്ന സമയത്ത് അച്ഛൻ ഉപദേശിക്കുകയും ഭാസ്കർ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. സോ ഈ സീനിൽ ഭാസ്കർ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ബുക്ക് ഇരിക്കുന്നതായി കാണാം. ആ ബുക്കിലായി ഗ്രിറ്റ്, ഗട്സ് ആൻഡ് ഗംഷൻ എന്ന് കൊടുത്തിരിക്കുന്നതായും കാണാം. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തകർച്ചയിൽ നിന്നും വിജയത്തിലേക്കുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള ബുക്കാണ്. സോ ഇതും ആ ഒരു സീനുമായി ആപ്റ്റ് ആകുന്ന രീതിയിൽ തന്നെയാണ് വന്നിരുന്നത്. സോ ഇങ്ങനെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പല സീനുകളിലും ആ ഒരു സീനുമായി ബന്ധപ്പെട്ട് വരുന്ന ബുക്കുകളോ ചിത്രങ്ങളോ പോസ്റ്ററുകളോ എല്ലാം ഉൾപ്പെടുത്താൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെയെല്ലാം ഉണ്ടായിരുന്ന ഒരു കുഴപ്പം, നേരത്തെ പറഞ്ഞിട്ടുള്ള ബുക്കാണെങ്കിലും ദീവാർന്ന ചിത്രമാണെങ്കിലും എല്ലാം ആ ഒരു സീനുമായി ആപ്റ്റ് ആകുന്ന രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഈ ചിത്രവും ബുക്കുമെല്ലാം റിലീസായിരിക്കുന്ന വർഷവും ഈ ചിത്രത്തിന്റെ കഥ നടക്കുന്ന വർഷവുമായി പൊരുത്തപ്പെട്ടു പോകില്ല എന്നുള്ളതായിരുന്നു സത്യം. ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ മറ്റൊരു കാര്യം പറയാം. അതായത് ഭാസ്കർ തന്റെ ലോട്ടറി വിജയിച്ചതിനെ കുറിച്ചുള്ള വാർത്ത കാണുന്ന ആ പത്രം എടുത്തു നോക്കുമ്പോൾ അവിടെ ലീക്കേജ് ഇൻ പെസ്റ്റിസൈഡ് പ്ലാന്റ് 2000 ഇൻ ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇങ്ങനെ ഒരു പെസ്റ്റിസൈഡ് പ്ലാന്റിൽ ലീക്കേജ് വന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ട വാർത്ത ഇന്ത്യയിൽ വന്നിട്ടുള്ളത് 1984 ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് പ്ലാന്റിലുണ്ടായ ദുരന്തത്തിലാണ്. സോ എന്നാൽ ഈ ചിത്രത്തിന്റെ കഥ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 1989, 90 കാലഘട്ടത്തിലെല്ലാമാണ്. സോ ഇവിടെയും കാലഘട്ടത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയുന്നത് കൊണ്ട് തന്നെയാകാം ആ കാലഘട്ടത്തിനോട് അടുത്ത് കിടക്കുന്ന ഇന്ത്യയിലെ ഒരു റിയൽ സംഭവത്തിന്റെ കാര്യം കൂടി ചിത്രത്തിൽ ഉൾപ്പെടുത്താൻ അവർ ശ്രദ്ധിച്ചത്. ഭാസ്കറിന്റെ കൂടെയുള്ള സാംബ എന്ന ക്യാരക്ടറിനെ ആദ്യമെല്ലാം കാണിക്കുന്ന സമയത്ത് അയാളുടെ ഇടത്തെ കയ്യിൽ ഒരു മോതിരം കിടക്കുന്നതായി, സ്വർണ്ണ മോതിരം കിടക്കുന്നതായി കാണിച്ചിരുന്നു. എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം ഭാസ്കർ സാംബയെ വീണ്ടും കാണുമ്പോൾ
അയാൾ തന്റെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെട്ടുവെന്നും നേടിയതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സമയം അയാളുടെ കയ്യിൽ ആ സ്വർണ്ണമോതിരം ഇല്ല എന്നും കൂടാതെ അയാളുടെ ഭാര്യയുടെ കഴുത്തിൽ ഒരു സ്വർണ്ണമാലയോ മറ്റോ താലിമാലയാണെന്ന് തോന്നുന്നു അത് മാത്രം കിടക്കുന്നതായും കയ്യിൽ വരെ കുപ്പിവളകൾ കിടക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. സോ ആ സമയം അവരുടെ അവസ്ഥയെ ഈ കാര്യങ്ങൾ കൊണ്ട് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് വീണ്ടും സിനിമയുടെ അവസാനത്തിൽ സാംബയെ കാണിക്കുമ്പോൾ വീണ്ടും അയാൾ മെച്ചപ്പെട്ടു വന്നു എന്നതുപോലെ അയാളുടെ ഇടത്തെ കയ്യിൽ വീണ്ടും സ്വർണ്ണമോതിരം കിടക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. സിനിമയിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സുമതിയുടെയും ഭാസ്കറിന്റെയും വീടുകൾ കാണിച്ചിരിക്കുന്ന രീതി. ഈ രണ്ട് വീടുകളും നേരെ ഓപ്പോസിറ്റ് എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് സുമതിയുടെ വീട് വിജയിച്ചു നിൽക്കുന്ന സമയത്ത്, സാമ്പത്തികമായി വിജയിച്ചു നിൽക്കുന്ന സമയത്ത് ഭാസ്കറിന്റെ വീട് സാമ്പത്തികമായി പരാജയപ്പെട്ട് നിൽക്കുന്നതായും ഭാസ്കറിന്റെ വീട് എപ്പോഴാണ് വിജയിക്കുന്നത് അപ്പോൾ സുമതിയുടെ വീട് പരാജയപ്പെടുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കൂടാതെ സുമതിയുടെ വീട്ടിൽ അമ്മയുണ്ട് അച്ഛനില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഭാസ്കറിന്റെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയില്ല എന്നാണ് കാണിക്കുന്നത്. കൂടാതെ ഭാസ്കറിന്റെ അച്ഛൻ വയ്യാത്തത് കൊണ്ട് സംസാരിക്കുന്നതായിട്ട് കാണിച്ചിട്ടില്ല. അവസാന ഭാഗത്ത് മാത്രമേ കുറച്ച് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുള്ളൂ. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സുമതിയുടെ അമ്മ നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടമാണ്. ഇതുകൂടാതെ സുമതിയുടെ വീട്ടിൽ സുമതിയുടെ ആങ്ങള സുമതിയെ സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കുന്നില്ല എന്നാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഭാസ്കറിന്റെ വീട്ടിൽ ഭാസ്കർ തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് പോലെയാണ്, കുടുംബത്തിന് വേണ്ടി എല്ലാം ത്യജിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. അതുപോലെ സുമതി തങ്ങളെക്കാട്ടിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാളെ പ്രണയിക്കുമ്പോൾ സുമതിയുടെ വീട്ടിൽ സമ്മതിക്കുന്നില്ല. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഭാസ്കറിന്റെ അപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതി വെച്ച് അവരെക്കാട്ടിലും കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഒരാളുമായി സഹോദരി ഇഷ്ടപ്പെടുമ്പോൾ ഭാസ്കർ യാതൊരു തടസ്സവും പറയുന്നുമില്ല. സോ ഇങ്ങനെ ഈ രണ്ട് വീടുകളുടെയും പല കാര്യങ്ങളും നേരെ ഓപ്പോസിറ്റ് എന്ന രീതിയിലാണ് ചിത്രത്തിൽ കാണിച്ചിരുന്നത്. അവസാനത്തേത് ചിത്രത്തിൽ ഭാസ്കറിന്റെ വീട് കാണിക്കുന്ന സമയം അവിടെ എപ്പോഴും ചാർലി ചാപ്ലിന്റെ സിനിമകൾ വെച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആകെ 4 തവണ ടിവിയിലെ പ്രോഗ്രാമുകൾ കാണിക്കുമ്പോൾ ഒരു തവണ കാർട്ടൂണും ബാക്കി 3 തവണയും ചാർലി ചാപ്ലിൻ സിനിമകൾ വെച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ചാർലി ചാപ്ലിൻ സിനിമകൾ തന്നെ സെലക്ട് ചെയ്തതെന്ന് അറിയില്ല. ഒരുപക്ഷെ ചാപ്ലിൻ എന്ന ക്യാരക്ടർ പോലെ ഒരുപാട് ദുരിതമനുഭവിക്കുന്ന, സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ കഥ പറഞ്ഞതുകൊണ്ടാണോ, അതോ ഈ ചിത്രം പല ഭാഷകളിൽ ഡബ് ചെയ്ത് വരുന്നതുകൊണ്ട് മലയാളം, തമിഴ്, ഹിന്ദി ഇങ്ങനെ ഏതെങ്കിലും ഒരു ചിത്രം അവിടെ കാണിക്കാതെ പകരം എല്ലാ ഭാഷകളിലുള്ളവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചാപ്ലിൻ സിനിമകൾ തന്നെ കാണിച്ചേക്കാം എന്ന് കരുതിയിട്ടാണോ, അതോ ഇനി സംവിധായകനോ മറ്റോ ചാപ്ലിൻ ഫാൻ ആയിട്ടാണോ എന്നൊന്നും അറിയില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.